ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്രെഡിറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലേക്ക് എല്ലാം നടക്കുന്ന പരീക്ഷകളുടെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ക്ലാസ്സാണ്, മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തരാനുള്ള ക്ലാസ്സാണ്. അതിനകത്ത് പവർ പോയിന്റ് 2007 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ മെയിൻ എക്സാമിന് വേണ്ടി ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് ക്രെഡിറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ തസ്തികകളിലേക്ക് എല്ലാം നടക്കുന്ന മെയിൻ എക്സാമിന്റെ ന്യൂ സിലബസ് വൈസ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ PDF ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ മെയിൽ അഡ്രസ് കൂടെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഈ ബുക്കിന്റെ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിന് നിങ്ങൾ അധികം ഒത്തിരി പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ മതി. അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ ആ ബുക്ക് മെയിൽ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ ഏറ്റവും പുതിയ സിലബസ് വച്ച് തയ്യാറാക്കിയിട്ടുള്ള ബുക്കാണത്. അപ്പോൾ 1000 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് മൊത്തം ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിൽ അഡ്രസ്സും എനിക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെയിലിലൂടെ ബുക്കിന്റെ PDF അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് എത്രയാണോ തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെക്ടർ ഗ്രാഫിക്സ് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ് ഡാഷ്. അതായത് വെക്ടർ ഗ്രാഫിക്സ് ഡാഷ് ആയി ചിത്രം സംഭരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. വെക്ടർ ഗ്രാഫിക്സ് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ് എ ഡാഷ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ JPEG ഫയൽസ്, ഓപ്ഷൻ ബി ബിറ്റ് മാപ്ഡ് ഫയൽസ്, ഓപ്ഷൻ സി കളക്ഷൻ ഓഫ് പിക്സൽസ്, ഓപ്ഷൻ ഡി സിമ്പിൾ ജിയോമെട്രിക് എലമെന്റ്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സിമ്പിൾ ജിയോമെട്രിക് എലിമെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. In OpenOffice.org suite the graphics dash. അതായത് OpenOffice.org suite ഗ്രാഫിക്സ് ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ can only be used in draw, ഓപ്ഷൻ ബി can only be used in write, ഓപ്ഷൻ സി can be reused in all OpenOffice components, ഓപ്ഷൻ ഡി cannot be reused in all OpenOffice components. In OpenOffice.org suite the graphics dash. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, can be reused in all OpenOffice components. അടുത്ത ക്വസ്റ്റ്യൻ. Which component is used for equation editor in OpenOffice.org? അതായത് OpenOffice.org സമവാക്യ എഡിറ്ററിനായി ഏത് ഘടകമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് റൈറ്റ്, ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് മാത്ത്, ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ ഇക്വേഷൻ എഡിറ്റർ ഇൻ OpenOffice.org? ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്പൺ ഓഫീസ് മാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. Which component is used for database in OpenOffice.org? അതായത് OpenOffice.org ഡേറ്റാബേസിനായി ഉപയോഗിക്കുന്ന ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് റൈറ്റ്, ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് ബേസ്, ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് മാത്ത്, ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റാബേസ് ഇൻ OpenOffice.org? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്പൺ ഓഫീസ് ബേസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which package provides tools to create presentation? അതായത് അവതരണം സൃഷ്ടിക്കുന്നതിനുള്ള
ടൂളുകൾ നൽകുന്ന പാക്കേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് മാത്ത്, ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് ഡ്രോയർ, ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് റൈറ്റ്, ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പവർ പോയിന്റ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പവർ പോയിന്റ്? അതായത് എന്താണ് പവർ പോയിന്റിന്റെ ഉദ്ദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ് എഡിറ്റിംഗ് യൂസിങ് കളർഫുൾ ഇമേജസ്, ഓപ്ഷൻ ബി ഇമേജ് എഡിറ്റിംഗ് പർപ്പസ്, ഓപ്ഷൻ സി ക്രിയേറ്റിംഗ് പവർഫുൾ പ്രസന്റേഷൻസ് യൂസിങ് ന്യൂ ടൂൾസ്, ഓപ്ഷൻ ഡി പ്രിപ്പയറിംഗ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പവർ പോയിന്റ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ക്രിയേറ്റിംഗ് പവർഫുൾ പ്രസന്റേഷൻസ് യൂസിങ് ന്യൂ ടൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, which option offers a built-in design through a dialog box? അതായത് ഈ ഒരു ഡയലോഗ് ബോക്സിലൂടെ ബിൽറ്റ്-ഇൻ ഡിസൈൻ വാഗ്ദാനം ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടെംപ്ലേറ്റ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ഓപ്ഷൻ സി ബ്ലാങ്ക് പ്രസന്റേഷൻ, ഓപ്ഷൻ ഡി ഓട്ടോ കണ്ടന്റ് വിസാർഡ്. Which option offers a built-in design through a dialog box? Option A ആണ് ആൻസർ, ടെംപ്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which is a shortcut to initiate actions with a single click? അതായത് ഒറ്റ ക്ലിക്കില് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കുറുക്കു വഴി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി ഡെസ്ക്ടോപ്പ്, ഓപ്ഷൻ സി ടൂൾ ബാർസ്, ഓപ്ഷൻ ഡി സ്ക്രോൾ ബാർ. which is a shortcut to initiate actions with a single click? ഓപ്ഷൻ സി ആണ് ആൻസർ, ടൂൾ ബാർസ്. അടുത്ത ക്വസ്റ്റ്യൻ, when a new presentation is saved with the name already available in the computer, what will happen? അതായത് കമ്പ്യൂട്ടറിൽ ഇതിനകം ലഭ്യമായ പേരിൽ ഒരു പുതിയ അവതരണം സേവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൾഡ് പ്രസന്റേഷൻ വിൽ ബി റീപ്ലേസ്ഡ്, ഓപ്ഷൻ ബി ഓൾഡ് പ്രസന്റേഷൻ വിൽ നോട്ട് ബി ഡിലീറ്റഡ്, ഓപ്ഷൻ സി ദ ന്യൂ പ്രസന്റേഷൻ വിൽ നോട്ട് ബി സേവ്ഡ്, ഓപ്ഷൻ ഡി ടു പ്രസന്റേഷൻ വിത്ത് ഡിഫറെന്റ് നെയിം വിൽ ബി ക്രിയേറ്റഡ്. when a new presentation is saved with a new name already available in the computer, what will happen? ഓപ്ഷൻ എ ആണ് ആൻസർ, ഓൾഡ് പ്രസന്റേഷൻ വിൽ ബി റീപ്ലേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which tool allows user to select different layout for slide? അതായത് ഈ സ്ലൈഡിനായിട്ട് വ്യത്യസ്ത ലേഔട്ട് തിരഞ്ഞെടുക്കാൻ ഉപയോക്താവിനെ അനുവദിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബുള്ളറ്റ്സ്, ഓപ്ഷൻ ബി ന്യൂ സ്ലൈഡ്, ഓപ്ഷൻ സി സ്ലൈഡ് ലേഔട്ട്, ഓപ്ഷൻ ഡി അപ്ലൈ ഡിസൈൻ. which tool allows user to select different layout for slide? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ലൈഡ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, what is the extension name of PowerPoint presentation file? അതായത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഫയലിന്റെ വിപുലീകരണ നാമം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ TXT, ഓപ്ഷൻ ബി XLS, ഓപ്ഷൻ സി PPT, ഓപ്ഷൻ ഡി DOC. വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ നെയിം ഓഫ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഫയൽ? ഓപ്ഷൻ സി ആണ് ആൻസർ, PPT. അടുത്ത ക്വസ്റ്റ്യൻ, name the bar that indicates the user current slide and the screen. Number of slides in the whole presentation indicate the design, template currently applied, etc. അതായത് ഈ ഉപയോക്താവിനെ സൂചിപ്പിക്കുന്ന ബാറിന് പേര് നൽകുക, അതോടൊപ്പം നിലവിലെ ബ്ലൈഡും സ്ക്രീനും മുഴുവൻ അവതരണത്തിലെ സ്ലൈഡുകളുടെ എണ്ണം, നിലവിൽ പ്രയോഗിച്ചിരിക്കുന്ന ഡിസൈൻ, ടെംപ്ലേറ്റ് സൂചിപ്പിക്കുന്നു തുടങ്ങിയവ. അതിനുള്ള പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടൂൾ ബാർ, ഓപ്ഷൻ ബി സ്ക്രോൾ ബാർ, ഓപ്ഷൻ സി മെനു ബാർ, ഓപ്ഷൻ ഡി സ്റ്റാറ്റസ് ബാർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്റ്റാറ്റസ് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ,
Name the view that displays the single slide with the placeholders for layout element such as title, bulleted list in PowerPoint. അതായത് ശീർഷകം പവർ പോയിന്റിലെ ബുള്ളറ്റഡ് ലിസ്റ്റ് തുടങ്ങിയ ലേഔട്ട് ഘടകത്തിനുള്ള പ്ലേസ് ഹോൾഡറുകൾക്കൊപ്പം ഒറ്റ സ്ലൈഡ് പ്രദർശിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ് വ്യൂവർ, ഓപ്ഷൻ ബി ഔട്ട്ലൈൻ വ്യൂവർ, ഓപ്ഷൻ സി സ്ലൈഡ് സോർട്ടർ വ്യൂവർ, ഓപ്ഷൻ ഡി നോട്ട്സ് പേജ് വ്യൂവർ. Name the view that displays the single slide with the placeholders for layout element such as title, bulleted list in PowerPoint. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഔട്ട്ലൈൻ വ്യൂവർ. അടുത്ത ക്വസ്റ്റ്യൻ. Which view displays the sequence of the slide presentation in miniature size? അതായത് ഏത് കാഴ്ചയാണ് മിനിയേച്ചർ സൈസിൽ സ്ലൈഡ് അവതരണത്തിന്റെ ക്രമം പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ് വ്യൂവർ, ഓപ്ഷൻ ബി ഔട്ട്ലൈൻ വ്യൂവർ, ഓപ്ഷൻ സി സ്ലൈഡ് സോർട്ടർ വ്യൂവർ, ഓപ്ഷൻ ഡി നോട്ട്സ് പേജ് വ്യൂവർ. Which view displays the sequence of the slide presentation in miniature size? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ലൈഡ് സോർട്ടർ വ്യൂവർ. അടുത്ത ക്വസ്റ്റ്യൻ. Which view displays each slide in an on-screen and also useful for rehearsal of presentation? അതായത് ഓരോ സ്ലൈഡും ഓൺ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതും അവതരണത്തിന്റെ റിഹേഴ്സലിനായി ഉപയോഗപ്രദവുമായ കാഴ്ച ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ് വ്യൂവർ, ഓപ്ഷൻ ബി സ്ലൈഡ് ഷോയർ, ഓപ്ഷൻ സി ഔട്ട്ലൈൻ വ്യൂവർ, option D slide sorter viewer. Which view displays each slide in an on screen and also useful for rehearsal of presentation? Option B ആണ് ആൻസർ, slide shower. അടുത്ത ക്വസ്റ്റ്യൻ. Which wizard helps us to create a presentation easily? അതായത് ഈ ഒരു അവതരണം എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന മാന്ത്രികൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജനറൽ ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ ബി ബ്ലാങ്ക് പ്രസന്റേഷൻ, ഓപ്ഷൻ സി ഓട്ടോ കണ്ടന്റ് വിസാർഡ്, ഓപ്ഷൻ ഡി ഫ്രം ഡിസൈൻ ടെംപ്ലേറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഓട്ടോ കണ്ടന്റ് വിസാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the button available presentation type step of auto content wizard? അതായത് യാന്ത്രിക ഉള്ളടക്ക വിസാർഡിന്റെ അവതരണ തരം ഘട്ടത്തില് ലഭ്യമായ ബട്ടണുകളിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എക്സിറ്റ്, ഓപ്ഷൻ ബി സേവ്, ഓപ്ഷൻ സി അബോട്ട്, ഓപ്ഷൻ ഡി sales/marketing. Which one of the button available in presentation type step of auto content wizard? Option D ആണ് ആൻസർ, sales/marketing. അടുത്ത ക്വസ്റ്റ്യൻ. Which holder holds text, title, picture, etc. in PowerPoint? ഏത് ഹോൾഡർ പവർ പോയിന്റില് വാചകം, ശീർഷകം, ചിത്രം മുതലായവ കൈവശം വയ്ക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ് ഹോൾഡേഴ്സ്, ഓപ്ഷൻ ബി പ്ലേസ് ഹോൾഡേഴ്സ്, ഓപ്ഷൻ സി പിക്ചർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ ഡി കണ്ടന്റ് ഹോൾഡേഴ്സ്. വിച്ച് ഹോൾഡർ ഹോൾഡ്സ് ടെക്സ്റ്റ്, ടൈറ്റിൽ, പിക്ചർ എക്സെട്ര ഇൻ പവർ പോയിന്റ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്ലേസ് ഹോൾഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Name the effect that seems to illuminate an object as if light were being shined on an object in PowerPoint presentation. അതായത് പവർ പോയിന്റ് അവതരണത്തില് ഒരു വസ്തുവിലെ പ്രകാശം പരത്തുന്ന പോലെ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതായി തോന്നുന്ന ഫലത്തിന് പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടെക്സ്ചർ, ഓപ്ഷൻ ബി പാറ്റേൺ, ഓപ്ഷൻ സി ഗ്രേഡിയന്റ്, ഓപ്ഷൻ ഡി 3D എഫക്റ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗ്രേഡിയന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which contains the related hints of pages? അതായത് പേജുകളുടെ അനുബന്ധ സൂചനകള് അടങ്ങിയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടൈറ്റിൽ മാസ്റ്റർ,
Option B, note master. Option C, slide master. Option D, presentation master, which contains the related hints of pages. Option B and answer note master. Other question. Which open in print dialog box of PowerPoint prints the copies in binding order. അതായത് ഈ പവർ പോയിന്റിന്റെ പ്രിന്റ് ഡയലോഗ് ബോക്സിൽ തുറന്നിരിക്കുന്ന ഏതാണ് പകർപ്പുകൾ ബൈൻഡിംഗ് ക്രമത്തിൽ പ്രിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോപ്പീസ്, ഓപ്ഷൻ ബി കൊളൈറ്റ്, ഓപ്ഷൻ സി പ്രിന്റ് ടു ഫയൽ, ഓപ്ഷൻ ഡി കറണ്ട് സ്ലൈഡ്. വിച്ച് ഓപ്പൺ ഇൻ പ്രിന്റ് ഡയലോഗ് ബോക്സ് ഓഫ് പവർ പോയിന്റ് പ്രിന്റ്സ് ദ കോപ്പീസ് ഇൻ ബൈൻഡിംഗ് ഓർഡർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കൊളൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which menu contains commands that apply to the entire document such as open, save and export as PDF. അതായത് PDF ആയി തുറക്കുക, സംരക്ഷിക്കുക, കയറ്റുമതി ചെയ്യുക തുടങ്ങിയ മുഴുവൻ പ്രമാണങ്ങൾക്കും ബാധകമായ കമാൻഡുകൾ ഏത് മെനുവിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ടൂൾസ്, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. വിച്ച് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ദാറ്റ് അപ്ലൈ ടു ദ എൻറ്റയർ ഡോക്യുമെന്റ് സച്ച് ആസ് ഓപ്പൺ, സേവ് ആൻഡ് എക്സ്പോർട്ട് ആസ് PDF. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫയല്. അടുത്ത ക്വസ്റ്റ്യൻ. Which menu contains commands for controlling the display of the document such as zoom and web layout. സൂം, വെബ് ലേഔട്ട് എന്നിവ പോലുള്ള പ്രമാണത്തിന്റെ ഡിസ്പ്ലേ നിയന്ത്രിക്കുന്നതിന് ഉള്ള കമാൻഡുകൾ ഏത് മെനുവിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമാറ്റ്. വിച്ച് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ കൺട്രോളിംഗ് ദ ഡിസ്പ്ലേ ഓഫ് ദ ഡോക്യുമെന്റ് സച്ച് ആസ് സൂം ആൻഡ് വെബ് ലേഔട്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Name the menu that contains commands such as styles, formatting, autocorrect, etc. അതായത് ശൈലികള്, ഫോർമാറ്റിംഗ്, സ്വയമേവ ശരിയാക്കൽ തുടങ്ങിയ കമാൻഡുകള് അടങ്ങുന്ന മെനുവിന് പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമാറ്റ്. നെയിം ദ മെനു ദാറ്റ് കണ്ടെയ്ൻസ് കമാൻഡ്സ് സച്ച് ആസ് സ്റ്റൈൽസ്, ഫോർമാറ്റിംഗ്, ഓട്ടോ കറക്റ്റ്, എക്സെട്ര. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫോർമാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Name the menu that contains commands such as spelling and grammar, customize and options. അതായത് സ്പെല്ലിംഗ്, വ്യാകരണം, ഇഷ്ടാനുസൃതമാക്കൽ, ഓപ്ഷനുകൾ എന്നിവ പോലുള്ള കമാൻഡുകൾ അടങ്ങിയിരിക്കുന്ന മെനുവിന് പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹെൽപ്പ്, ഓപ്ഷൻ ബി ടൂൾസ്, ഓപ്ഷൻ സി ഫോർമാറ്റ്, ഓപ്ഷൻ ഡി വിൻഡോ. നെയിം ദ മെനു ദാറ്റ് കണ്ടെയ്ൻസ് കമാൻഡ്സ് സച്ച് ആസ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, കസ്റ്റമൈസ് ആൻഡ് ഓപ്ഷൻസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ടൂൾസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.